ഞങ്ങളിപ്പോൾ ഉള്ളത് ബെൽജിയത്തിലെ ഗ്രാൻഡ് പ്ലേസിലാണ്. ബെൽജിയത്തിലെ ഏറ്റവും പുരാതനമായ നഗര കേന്ദ്രമാണ് ഈ ബ്രസൽസിലെ ഗ്രാൻഡ് പ്ലേസ്. ഇവിടെ കാണുന്ന എല്ലാ ബിൽഡിങ്സും ചുടുകട്ടകൾ കൊണ്ടും ചുണ്ണാമ്പ് കൊണ്ടുമാണ് കേട്ടോ പണി കഴിപ്പിച്ചത്. ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിമനോഹരമായ ഒരു പട്ടണഭാഗം. ഇങ്ങനെയുമാകാം ഒരു നഗരഹൃദയം. 1600 പണി കഴിപ്പിച്ച ബ്രസൽ സിറ്റി മ്യൂസിയവും ടൗൺ ഹാൾ ബിൽഡിങ്ങും ഇതിനകത്താണ്. ഇത് നേരിൽ കാണുന്നതിൻ്റെ ഫീല് ഇവിടെ നിൽക്കുന്നവർക്കേ മനസ്സിലാവൂ. 17-ാം നൂറ്റാണ്ടിൽ ഇതിലെ പല ബിൽഡിങ്സും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ ഗോൾഡ് തന്നെ ഉപയോഗിച്ചിരുന്നു. The Grand Place is Brussels' central square, renowned as one of the world's most beautiful and a UNESCO World Heritage Site. ഈ സ്ട്രീറ്റിൻ്റെ പേര് മൊൻറ്റാഗ്നി സ്ട്രീറ്റ് എന്നാട്ടോ. അപ്പം നമ്മൾ ഇതിലൂടെ ഇങ്ങനെ നടന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഷോപ്പ് കണ്ടു. ഒരുപാട് വാഫിൾസ്, ചോക്ലേറ്റ്സ്, ഡ്രീംസ് ഒക്കെ ഉള്ള ഒരു കട കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. കമ്പാരിറ്റീവ്ലി റേറ്റ് എല്ലാം വളരെ ഹൈ ആണ് ബ്രസൽസിൽ, ബെൽജിയത്തിൽ വന്നാൽ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ഞങ്ങളിവിടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണിപ്പോൾ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വഴിയെ കാണിക്കാം. ഇതാണ് ബെൽജിയം വാഫിൾസ്. ഇതിങ്ങനെ പഴവും സ്ട്രോബെറി ഒക്കെ ആയിട്ട് നല്ല ചോക്ലേറ്റിൽ ഇങ്ങനെ വാഫിളിനുള്ളിൽ ഫില്ലിങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു ഐറ്റമാണ്. ബെൽജിയത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ബെൽജിയം വാഫിൾസ്. അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ബെൽജിയത്തിലോട്ട് ഫ്ലൈറ്റിൽ ആംസ്റ്റർഡാം ടു ബെൽജിയം വരെ വന്നത്. ഇത് പൊതുവെ യൂറോപ്യൻ സ്ട്രീറ്റുകളിലെ ഈവനിങ് വൈബായിട്ട് കാണുന്ന ഒരു പ്രത്യേകതരം കലാപരിപാടികളാണ് കേട്ടോ. മോസ്റ്റ്ലി നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ഓരോന്ന് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലില്ലാന്നുള്ളൂ. ഒരു പ്രത്യേക വൈബിന് വേണ്ടിയിട്ട് പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ കൂട്ടം ആൾക്കാരുണ്ടാവും. ഒരു പ്രത്യേക ഫീലാണ് അവിടെ. ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന റോയൽ ഗാലറിയിലോട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് സെൻറ്റ് ഹ്യൂബർട്ട്. 19-ാം നൂറ്റാണ്ടിലെ ഷോപ്പിംഗ് ആർക്കേഡായിരുന്നു ഇത്. അതായത് 1800-കളിലെ ഷോപ്പിംഗ് മാൾ. ഇവിടെ മിക്ക ഷോപ്പുകളിലും വജ്രങ്ങളും വൈഡൂര്യങ്ങളും അങ്ങനെയുള്ള കോസ്റ്റ്ലി ഐറ്റംസ് മാത്രമേ ഉണ്ടാവൂ. പണ്ടുള്ള രാജാക്കന്മാരും വലിയ വലിയ പ്രമുഖരുമൊക്കെ ഷോപ്പിങ്ങിന് വന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. മഴയും വെയിലും ഒക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടി മുകളിൽ ഗ്ലാസ് കൊണ്ടുള്ള ഒരു മേൽക്കൂര അവർ പണിതിട്ടുണ്ട്. രാത്രി കാണാനാണ് കേട്ടോ ഇത് കൂടുതൽ ഭംഗി. കല്ലും മരവും നിർമ്മിച്ച കെട്ടിടങ്ങളിൽ സ്വർണ്ണവർണ്ണ അലങ്കാരങ്ങൾ. എന്ത് രസമാണ്! ഇതിലൂടെ രാത്രി ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ നടക്കുന്നത് ബ്രസൽസ് കത്തീഡ്രൽ കാണാനാണ് കേട്ടോ. 1500-ൽ നിർമ്മിച്ച ഈ കത്തീഡ്രലിൻ്റെ ഈ ഒരു പ്രൗഢി ഒന്ന് നോക്കിക്കേ. രാത്രി ആയതുകൊണ്ട് ഒരു മനുഷ്യജീവി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഓടിക്കളിക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ടൊരു തണുപ്പുണ്ട്, ഒരു 18 ഡിഗ്രി. സോ ടയേർഡായതേയില്ല. രാത്രി മുഴുവൻ ലൈറ്റിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ തിരിച്ച് ഈ ഗ്രാൻഡ് പ്ലേസിൻ്റെ അകത്തോട്ട് തന്നെ നടന്നു വന്നു. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ളവർക്കൊന്നും ഉറക്കമൊന്നുമില്ല കേട്ടോ. 12 മണി, 1 മണി, 2 മണിയൊക്കെ ആവുന്ന നേരത്തും ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഗ്രാൻഡ് പ്ലേസിനകത്തുണ്ടാവും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ദുർഗന്ധങ്ങളോ ഒന്നുമില്ലാതെ എന്തൊരു വൃത്തിയായിട്ടാണല്ലേ ഈ നാട്, ഈ നാട്ടുകാർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമുക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ? രാത്രിയിൽ ഈ ഡാൻസും പാട്ടും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഏകദേശം ടയേർഡായിട്ടോ. പിന്നെ ബ്രസൽസിൽ വന്നിട്ട് ചോക്ലേറ്റ് വാങ്ങിയില്ലെന്ന് വേണ്ടാന്ന് വെച്ചു. ചോക്ലേറ്റ് വാങ്ങി ഹോട്ടലിലോട്ട് മടങ്ങി. ഇനി ബ്രസൽസിലെ മറ്റു സ്ഥലങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇപ്പം ബൈ.